ഹലോ ഗായ്സ്, ഞങ്ങൾ വീടും പൂട്ടി യാത്രയാവാണ്. ഈ രാത്രിയിൽ ഞങ്ങൾ വീടൊക്കെ ലോക്ക് ചെയ്തു. ഇനി നേരെ പോകുന്നത് നിങ്ങളുടെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക്. സത്യം പറയണം, നിങ്ങളിൽ ആരാണ് കണ്ണു വെച്ചത്? ഞാൻ അന്നൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ, ഞങ്ങൾ ഗാനയിൽ ഉള്ള വീട്ടിൽ കറണ്ട് പോയിട്ടുണ്ടെങ്കിൽ അപ്പോൾ കറണ്ട് പെട്ടെന്ന് വരും, നാട്ടിലെ പോലെയല്ല എന്നൊക്കെ പറഞ്ഞില്ലായിരുന്നോ? ആ പറഞ്ഞതിന് ശേഷം പിന്നെ ഇടയ്ക്ക് ഇതുപോലെയുള്ള കറണ്ട് കട്ട് തന്നെ അവിടെ. സത്യം പറയണം, ആരാണ് കണ്ടുവച്ചത്? അപ്പോൾ ഞങ്ങൾ നേരെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് പോട്ടെ. ഇന്ന് അവിടെയാണ് സ്റ്റേ. രാവിലെ ഏട്ടന് ഓഫീസുണ്ട്. അപ്പോൾ രാത്രിയിലെ ഉറക്കം ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാക്കി. അഞ്ചുവിന് ക്ലാസ്സൊക്കെ അല്ലേ. അപ്പം എന്തായാലും ഇവിടെ കിടന്നാൽ ഭയങ്കര ചൂടായിരിക്കും. ഇന്ന് മഴയൊന്നുമില്ല, മഴേൻ്റെ ലക്ഷണമൊന്നും കാണുന്നുമില്ല. അപ്പം നേരെ ഞങ്ങൾ അവിടെ പോയി കിടന്നുറങ്ങി. രാവിലെ നീറ്റ് വന്ന് നേരെ പിന്നെ ഓഫീസിലേക്ക്, സ്കൂളിലേക്ക്, അങ്ങനെയുള്ള പരിപാടികളിലൊക്കെ. നമുക്ക് ആ വീട്ടിലേക്ക് പോവാം. വേറെ എവിടേക്കും അല്ല, അതുല്യ നിതിൻ അവരുടെ വീട്ടിലേക്കാണ് പോകുന്നത്. ബൈ. മേലേക്ക് നോക്കിട്ട് വണ്ടി ഓടിക്കണം, താഴേക്ക് നേരെ നോക്കിട്ട് അപ്പത്തേക്ക് ഓടിക്കണം. ക്യാമറ നോർമലി ഓൺ ആകുമ്പോ ഇതിപ്പോ ഞാൻ പറയാൻ വന്നെന്താ അറിയോ, ഇതിപ്പോ അനങ്ങിയാൽ കറണ്ട് പോയാല് നമ്മള് നേരെ നിതിന്റെയും അതുല്യന്റെയും അങ്ങോട്ടേക്കാണ്. ഇനി കറണ്ട് പോയതേന്ന് ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കാൻ പോകുന്നത് അവരായിരിക്കും. അനങ്ങിയാൽ നമ്മൾ അങ്ങോട്ടേക്ക് പോകുന്നതിനെ കൊണ്ട് അതൊന്നും പറയാനില്ലേ? ഈ വീഡിയോ ഇനി അവര് കാണുമ്പോ അതിനുശേഷം മുതൽ ഇനി പറയാതിരിക്കാൻ വീഡിയോ കണ്ടതിന് ശേഷം വിളിച്ചു പിടിക്കല്ലോ. അതെ, അല്ല കറണ്ട് പോയി കഴിഞ്ഞാലേ എന്താ വെച്ചാ, കറണ്ട് പോയി കഴിഞ്ഞാല് അപ്പൊ മെസ്സേജ് അയക്കും അവിടെ കറണ്ട് ഉണ്ടോ, അവിടെ കറണ്ട് ഉണ്ടോന്ന്. അപ്പൊ അവിടുന്ന് റീപ്ലൈ വരും, അതേ ഉണ്ട്. ഓക്കെ, കുറച്ച് കഴിഞ്ഞാൽ ചോദിക്കും നിങ്ങൾ ഭക്ഷണം കഴിച്ചോ, അവിടുന്ന് ഇങ്ങോട്ട് ചോദ്യം വരും. അപ്പൊ നമ്മൾ എന്നാലും കഴിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ കഴിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ അവിടെ പോയി കഴിക്കും. അപ്പൊ മിക്കവാറും നമ്മൾ കഴിച്ചിട്ടുണ്ടാവും. അപ്പൊ കഴിച്ചിട്ടുണ്ടെന്ന് പറയും. പിന്നെ കുറച്ച് കഴിഞ്ഞാൽ പിന്നെയും ചോദിക്കും നിങ്ങൾ കഴിച്ചോ, ഞങ്ങൾ പലതും വാങ്ങട്ടെ എന്ന് ചോദിച്ചിട്ട് പിന്നെ വിളിക്കും. ഓക്കെ, അപ്പൊ ഇതൊരു ഡെയിലി റുട്ടീനാ. അപ്പൊ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അവരെ വീട്ടിലേക്ക്. ഓക്കെ, നമുക്ക് അവിടെ ചെന്നിട്ട് ഇനി വീടൊക്കെ കാണാം. അന്ധകാരം നിറഞ്ഞു നിൽക്കുന്ന വഴി. ആ വഴിയിലൂടെ സഞ്ചരിക്കുമ്പോൾ നമ്മുടെ വണ്ടിയുടെ ലൈറ്റ് മാത്രം അല്ല, ഈ വീട്ടിലും ലൈറ്റ് ഉണ്ട്. വീട്ടിൽ ഇൻവെർട്ടർ ഉണ്ടെന്ന് തോന്നുന്നു. ബാക്കി എല്ലാ സ്ഥലങ്ങളിലും ഇരുട്ട് മാത്രം. ഈ ഇരുട്ട് നിറഞ്ഞ വഴികളിലൂടെ സഞ്ചരിച്ച് നമുക്ക് നമ്മുടെ ലക്ഷ്യസ്ഥാനമായ നിതിൻ അതുല്യയുടെ വീട്ടിലേക്ക് എത്തിച്ചേരാം. ഗൈസ്, കം ഓൺ. എന്ത് വിധീത് അഭയാർത്ഥികളായ ഞങ്ങൾ വന്നിരിക്കുന്നത് ഇവിടേക്കാണ്. ഇയാൾ ഉറങ്ങിയിട്ടില്ല? ഇല്ല. എന്താ ഉറങ്ങാത്ത? ഞങ്ങൾ ഉറങ്ങാൻ പോവാ. അപ്പൊ ഗായ്സ്, നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വ്ലോഗ് നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പൊ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ, ഗുഡ് നൈറ്റ്.